നിങ്ങളുടെ വിധി മാറ്റിയെഴുതാൻ അതിശക്തമായ 7 അഫർമേഷനുകൾ. നിങ്ങൾ ഓരോ പ്രഭാതത്തിലും ഉണരുമ്പോൾ മനസ്സ് ഏറ്റവും ശാന്തമായിരിക്കും. ആ നിമിഷം നിങ്ങൾ നിങ്ങളോട് പറയുന്ന വാക്കുകളാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ രൂപരേഖ തീർക്കുന്നത്. നിങ്ങളുടെ ദിവസം നിങ്ങൾ തുടങ്ങുന്നത് പരാതികളോടും പേടിയോടും ആശങ്കയോടും കൂടിയാണെങ്കിൽ ആ ഭയവും ഉത്കണ്ഠയും ദിവസം മുഴുവൻ നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കും. എന്നാൽ നിങ്ങൾ രാവിലെ ആദ്യത്തെ 10 മിനിറ്റിൽ നിങ്ങളുടെ മനസ്സിൽ പ്രപഞ്ചത്തിന്, ബ്രഹ്മാണ്ഡത്തിന് ഒരു വ്യക്തമായ സന്ദേശം നൽകുന്ന തരം വൈബ്രേഷൻ നിറച്ചാലോ, എന്റെ ജീവിതം മാറ്റാൻ ഞാൻ തയ്യാറാണ് എന്ന സന്ദേശം, എങ്കിൽ ഇതുവരെ നിങ്ങൾ സ്വപ്നം കണ്ടതെല്ലാം നിങ്ങൾക്ക് നൽകാൻ പ്രപഞ്ചവും തയ്യാറാകും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് അത്തരത്തിലുള്ള 7 ശക്തമായ വാചകങ്ങൾ, അഫർമേഷനുകൾ തരാൻ പോകുകയാണ്. അത് നിങ്ങളുടെ ഊർജം മാത്രമല്ല, നിങ്ങളുടെ ചിന്താഗതി, നിങ്ങളുടെ ഫ്രീക്വൻസി, നിങ്ങളുടെ യാഥാർത്ഥ്യം, റിയാലിറ്റി എന്നിവയെല്ലാം മാറ്റിമറിക്കും. പക്ഷേ ഒരു വാക്ക് തരണം. ഈ വീഡിയോ കേട്ട് വെറുതെ വിടരുത്. ഈ വാചകങ്ങൾ കുറഞ്ഞത് 21 ദിവസത്തേക്ക് എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ പറയണം. എന്നിട്ട് കാണുക എങ്ങനെയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നതെന്ന്. 1-ാം ഭാഗം, വാക്കുകളുടെ ശക്തി. എല്ലാ പ്രഭാതത്തിലും നിങ്ങൾ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ ഭാഗ്യത്തിന്റെ ദിശ തീരുമാനിക്കുന്നു. ഇതൊരു സാധാരണ വാചകമല്ല. നിങ്ങളുടെ വിധിയെ, നിങ്ങളുടെ ഭാവിയെ, നിങ്ങളുടെ ജീവിതത്തെ പുതിയ ദിശയിലേക്ക് തിരിച്ചുവിടാൻ കഴിയുന്ന ഒരു രഹസ്യത്തിന്റെ താക്കോലാണ് ഇത്. ഉറക്കമുണരുന്ന ആ നിമിഷം ഒരു ദൈവിക ജാലകം, ഡിവൈൻ വിൻഡോ പോലെയാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സ്, സബ്കോൺഷ്യസ് മൈൻഡ്, ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ള സമയം. നിങ്ങളുടെ മനസ്സിന്റെ മണ്ണ് ഏറ്റവും മൃദുവായിരിക്കുന്ന ഈ നിമിഷത്തിൽ നിങ്ങൾ എന്ത് വിത്താണോ നടുന്നത് അത് അതിവേഗം വേരൂന്നുകയും വളരുകയും നിങ്ങളുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യമായി മാറുകയും ചെയ്യും. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഭയം, ഉത്കണ്ഠ, താരതമ്യം, കുറ്റബോധം, ദുഃഖം എന്നിവയുടെ വിത്തുകൾ പാകിയാൽ എന്തു മുളയ്ക്കും? അരക്ഷിതാവസ്ഥയും നിഷേധാത്മകതയും സമ്മർദ്ദവും നിറഞ്ഞ ഒരു ദിവസം. എന്നാൽ നിങ്ങൾ ഉണരുമ്പോൾ വിശ്വാസം നിറഞ്ഞ, നന്ദിയോടെ തിളങ്ങുന്ന, നിങ്ങളുടെ ഉള്ളിലെ നിർഭയത്വം, സ്നേഹം, ശക്തി എന്നിവയെ ഉണർത്തുന്ന എന്തെങ്കിലും പറഞ്ഞാലോ, എങ്കിൽ ആ പ്രഭാതം വെറുമൊരു പ്രഭാതമല്ല, അതൊരു പുനർജന്മം, റീബർത്ത് ആയി മാറും. ഇതാണ് അഫർമേഷനുകളുടെ യഥാർത്ഥ ശാസ്ത്രം. ഇതൊരു പ്രചോദനം, മോട്ടിവേഷൻ അല്ല, ഇതൊരു മൈൻഡ് പ്രോഗ്രാമിംഗ് ആണ്. നിങ്ങൾ ഒരു പോസിറ്റീവ് വാചകം വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് അത് സത്യമാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങും. കാരണം നമ്മുടെ മനസ്സിന് ഒരു ചിന്തയും യാഥാർത്ഥ്യവും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയില്ല. വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ചിന്തകളെ അത് സത്യമായി എടുക്കും. അതുകൊണ്ടാണ് ലോകത്തിലെ വലിയ സെലിബ്രിറ്റികളോ കോടീശ്വരന്മാരോ ശാസ്ത്രജ്ഞരോ ആത്മീയ ഗുരുക്കന്മാരോ ആകട്ടെ എല്ലാവരും എല്ലാ ദിവസവും രാവിലെ അഫർമേഷനുകൾ ചെയ്യുന്നത്. കാരണം അവർക്കറിയാം, വാക്കുകൾ വെറും ശബ്ദങ്ങളല്ല, അവ ഊർജമാണ്. ആ ഊർജം നിങ്ങളുടെ മനസ്സിൽ നിന്ന് പുറപ്പെട്ട് പ്രപഞ്ചത്തിലേക്ക് പോകുമ്പോൾ പ്രപഞ്ചം അത് പല മടങ്ങ് വർദ്ധിപ്പിച്ച് തിരികെ അയക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഉയർന്ന ആത്മാവിനെ, ഹയസ്റ്റ് സെൽഫ് ഉണർത്തുന്ന, നിങ്ങളുടെ വൈബ്രേഷനെ ഉയർത്തുന്ന ദാരിദ്ര്യത്തിൽ നിന്ന് സ്കാർസിറ്റി സമൃദ്ധിയിലേക്ക്, അബണ്ടൻസ്, നിങ്ങളെ മാറ്റുന്ന വാചകങ്ങൾ നിങ്ങൾ ദിവസവും പറയാൻ തുടങ്ങിയാൽ സാവധാനമല്ല, വളരെ വേഗത്തിൽ നിങ്ങളുടെ യാഥാർത്ഥ്യം മാറാൻ തുടങ്ങും. ശാസ്ത്രവും ഇതുതന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ വികാരങ്ങളാകുന്നു. നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളുടെ വൈബ്രേഷനായി മാറുന്നു. നിങ്ങളുടെ വൈബ്രേഷൻ നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകളെ മാറ്റിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗ്യത്തെ മാറ്റാൻ കഴിയും. 2-ാം ഭാഗം, 7 അതിശക്തമായ അഫർമേഷനുകൾ. ഇവിടെ നിന്നാണ് നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ പറയാൻ തുടങ്ങേണ്ട ആ 7 വാചകങ്ങൾ ആരംഭിക്കുന്നത്. ഇത് നിങ്ങൾ പറയാൻ തുടങ്ങിയാൽ പ്രപഞ്ചം നിങ്ങളുടെ ഓരോ ചുവടും അത്ഭുതങ്ങൾ കൊണ്ട് നിറയ്ക്കും. അഫർമേഷൻ 1, ഞാൻ പ്രപഞ്ചത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഐ ട്രസ്റ്റ് ദി യൂണിവേഴ്സ് കംപ്ലീറ്റ്ലി. വിശ്വാസം, ട്രസ്റ്റാണ് മാനിഫെസ്റ്റേഷന്റെ അടിസ്ഥാനം. നിങ്ങൾ സംശയിക്കുമ്പോൾ നിങ്ങൾ തടസ്സം സൃഷ്ടിക്കുന്നു. എന്നാൽ നിങ്ങൾ പ്രപഞ്ചത്തെ അനുവദിക്കുമ്പോൾ സാധ്യതകൾ അനന്തമാകുന്നു. സങ്കൽപ്പിക്കുക, പ്രപഞ്ചം ഒരു GPS പോലെയാണ്. നിങ്ങൾ ലക്ഷ്യം നൽകി, ഇനി വിശ്വാസത്തോടെ മുന്നോട്ടു പോകണം. ഒരു കുഞ്ഞ് അമ്മയുടെ മടിയിൽ ഭയപ്പെടാത്തതുപോലെ നിങ്ങൾ പ്രപഞ്ചത്തിന്റെ മടിയിൽ സ്വയം സമർപ്പിക്കണം. ആവർത്തിക്കുക, ഞാൻ പ്രപഞ്ചത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അഫർമേഷൻ 2, ഞാൻ എല്ലാ ദിവസത്തിനും എല്ലാ നിമിഷത്തിനും നന്ദിയുള്ളവളാണ്. ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ എവറി ഡേ, എവറി മൊമെന്റ്. നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് അത്ഭുതങ്ങളുടെ കാന്തമാണ്. നിങ്ങൾ ഒന്നിനോട് നന്ദിയുള്ളവരായിരിക്കുമ്പോൾ ആ കാര്യത്തിന്റെ ഫ്രീക്വൻസിയെ നിങ്ങൾ ആകർഷിക്കുന്നു. നിങ്ങൾക്ക് ഇതുവരെ ആരോഗ്യപരമായ സമാധാനമോ സമൃദ്ധിയോ ലഭിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ വഴി ഇവിടെ നിന്ന് തുടങ്ങുന്നു. നന്ദി പറയുക. നിങ്ങളുടെ ശരീരം, ശ്വാസം, വീട്, ഭക്ഷണം എല്ലാത്തിനും നന്ദി പറയുന്നത് നിങ്ങളുടെ ബോധത്തെ, കോൺഷ്യസ്നസ് ഉയർന്ന വൈബ്രേഷനിലേക്ക് കൊണ്ടുപോകുന്നു. ആവർത്തിക്കുക, എന്റെ കൈവശമുള്ള എല്ലാത്തിനും പ്രപഞ്ചത്തിന് നന്ദി. ഞാൻ എല്ലാ കാര്യങ്ങൾക്കും ആഭാരിയാണ്. അഫർമേഷൻ 3, ഞാനാണ് എന്റെ ജീവിതത്തിലെ ശക്തി. ഐ ആം ദ പവർ ഓഫ് മൈ ലൈഫ്. നിങ്ങൾ ദുർബലരല്ല.
നിങ്ങൾ ഇരയല്ല. വിക്ടിം. നിങ്ങളാണ് സ്രഷ്ടാവ്, ക്രിയേറ്റർ. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ വികാരങ്ങൾ സൃഷ്ടിക്കുന്നത്. നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികൾ സൃഷ്ടിക്കുന്നു. നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളുടെ വിധി സൃഷ്ടിക്കുന്നു. നിങ്ങളുടെ ശക്തി പുറത്തല്ല, നിങ്ങളുടെ ഉള്ളിലാണ്. ആവർത്തിക്കുക, ഞാനാണ് എന്റെ ജീവിതത്തിലെ ശക്തി. അഫർമേഷൻ 4. എന്ത് സംഭവിച്ചാലും അതെന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് സംഭവിക്കുന്നത്. Whatever happens, it is happening for my highest good. ചിലപ്പോൾ ഏറ്റവും മോശം സാഹചര്യങ്ങൾ ഏറ്റവും മനോഹരമായ മാറ്റങ്ങളിലേക്ക് നയിക്കും. ഓരോ തവണയും എന്തെങ്കിലും തെറ്റായി സംഭവിക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങളെ എന്തെങ്കിലും പഠിപ്പിക്കുകയാണ്. ചിലപ്പോൾ അത് നിങ്ങളെ ശക്തരാക്കുന്നു, ചിലപ്പോൾ വിനയമുള്ളവരാക്കുന്നു. അതുകൊണ്ട് നല്ലതോ ചീത്തയോ ആകട്ടെ, ഓരോ അനുഭവവും നിങ്ങളുടെ പ്രയോജനത്തിനു വേണ്ടിയാണ് സംഭവിക്കുന്നതെന്ന് വിശ്വസിക്കുക. ആവർത്തിക്കുക, എല്ലാം എന്റെ ഏറ്റവും വലിയ നന്മയ്ക്കു വേണ്ടിയാണ് സംഭവിക്കുന്നത്. സംഭവിക്കുന്നതെല്ലാം എന്റെ നല്ലതിനു വേണ്ടിയാണ്. അഫർമേഷൻ 5. ഞാൻ എല്ലാ പരിമിതികളിൽ നിന്നും മുക്തയാണ്. ഐ ആം ഫ്രീ ഫ്രം ഓൾ ലിമിറ്റേഷൻസ്. മിക്ക ആളുകളും സ്വന്തം മനസ്സുണ്ടാക്കിയ കൂട്ടിലാണ് ജീവിക്കുന്നത്. എനിക്ക് കഴിയില്ല, എനിക്ക് സമയമില്ല, ഇതെന്നെക്കൊണ്ട് സാധ്യമല്ല. ഈ ചിന്തകളാണ് നിങ്ങളുടെ ഊർജ്ജത്തെ തടസ്സപ്പെടുത്തുന്നത്. എന്നാൽ നിങ്ങളുടെ പരിമിതികളെ നിങ്ങൾ തകർത്തെറിയുകയാണെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ പ്രപഞ്ചവും നിങ്ങൾക്ക് പുതിയ വഴികൾ തുറന്നുതരുന്നു. ആവർത്തിക്കുക, ഞാൻ എല്ലാ പരിമിതികളിൽ നിന്നും മുക്തയാണ്. അഫർമേഷൻ 6. ഞാൻ ചിന്തിക്കുന്നത് തന്നെയാണ് എന്റെ യാഥാർത്ഥ്യമായി മാറുന്നത്. വാട്ട് ഐ തിങ്ക് ബിക്കംസ് മൈ റിയാലിറ്റി. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ വൈദ്യുതിയാണ്. നിങ്ങളുടെ വൈബ്രേഷൻ നിങ്ങളുടെ യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ദാരിദ്ര്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ പണം അകന്നുപോകും. നിങ്ങൾ ഭയത്തിൽ ചിന്തിച്ചാൽ വിജയം ഓടിയൊളിക്കും. എന്നാൽ നിങ്ങളതിന് അർഹനാണെന്നും ഡിസേർവ് നിങ്ങൾക്ക് കഴിവുണ്ടെന്നും നിങ്ങൾ വിശ്വസിച്ചാൽ അതുതന്നെ പ്രപഞ്ചം നിങ്ങൾക്ക് കാണിക്കാൻ തുടങ്ങും. ആവർത്തിക്കുക, എന്റെ ചിന്തകൾ എന്റെ യാഥാർത്ഥ്യത്തിന് രൂപം നൽകുന്നു. ഞാൻ ചിന്തിക്കുന്നത് തന്നെയാണ് എന്റെ സത്യമായി മാറുന്നത്. അഫർമേഷൻ 7. എന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചതിന് പ്രപഞ്ചത്തിന് നന്ദി. താങ്ക് യു യൂണിവേഴ്സ് ഫോർ മേക്കിംഗ് മൈ ഡ്രീംസ് കം ട്രൂ. ഈ വാചകമാണ് ഏറ്റവും ശക്തമായത്. കാരണം ഇതിൽ 3 ഊർജ്ജങ്ങളുണ്ട്. നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് പ്ലസ് വിശ്വാസം, ഫെയ്ത്ത് പ്ലസ് പൂർത്തീകരണം, കംപ്ലീഷൻ. നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ നന്ദി പറയുമ്പോൾ നിങ്ങൾ തയ്യാറാണെന്ന് പ്രപഞ്ചത്തിന് മനസ്സിലാകും. നിങ്ങൾ വൈബ്രേഷൻ അയച്ചു, വിശ്വാസം കാണിച്ചു. ഇനി നിങ്ങൾ അനുഭവിച്ചറിഞ്ഞതെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് അയക്കേണ്ടത് പ്രപഞ്ചത്തിന്റെ ഊഴമാണ്. ആവർത്തിക്കുക, എന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയതിന് പ്രപഞ്ചത്തിന് നന്ദി. നന്ദി പ്രപഞ്ചമേ, എന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചതിന്. 3-ാം ഭാഗം, അഫർമേഷൻസ് പറയുന്നതിലെ 5 തെറ്റുകളും ശരിയായ രീതിയും. ഓരോ ദിവസവും രാവിലെയും രാത്രിയും നിങ്ങൾ അഫർമേഷനുകൾ പറയുന്നുണ്ടാകാം. ഞാൻ വിജയിച്ചു, ഞാൻ ധനികനാണ്, ഞാൻ സന്തോഷവാനാണ്. പക്ഷേ യാഥാർത്ഥ്യത്തിലൊന്നും മാറുന്നില്ല. എന്തുകൊണ്ട്? കാരണം 95% ആളുകളും അഫർമേഷനുകൾ തെറ്റായ രീതിയിലാണ് പറയുന്നത്. അതുകൊണ്ടാണ് പ്രപഞ്ചം കേൾക്കുന്നുണ്ടെങ്കിലും പ്രതികരിക്കാത്തത്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ശക്തിയെ നശിപ്പിക്കുന്ന 5 വലിയ തെറ്റുകളും 7 ദിവസത്തിനുള്ളിൽ മാറ്റമനുഭവിക്കാൻ തുടങ്ങുന്ന ശാസ്ത്രീയവും ആത്മീയവുമായ ശരിയായ രീതിയും ഈ ഭാഗത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. തെറ്റ് 1. വികാരം ഇല്ലാതെ വെറുതെ ഉരുവിടുക. ഫീലിംഗ് ലെസ് റിപ്പിറ്റീഷൻ. ഞാൻ വിജയിച്ചു, ഞാൻ ധനികനാണ്, ഞാൻ സന്തോഷവാനാണ്. ഇത് വെറും വാക്കുകളാണെങ്കിൽ, അതിന് പിന്നിൽ വികാരമില്ലെങ്കിൽ അവ കാറ്റിൽ പറന്നുപോകുന്ന വാചകങ്ങൾ മാത്രമാണ്. വാക്കുകളാലല്ല, നിങ്ങളുടെ വികാരങ്ങളാലാണ് അഫർമേഷനുകൾ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ഒരു അഫർമേഷൻ അനുഭവിച്ചു തുടങ്ങുന്ന അന്നുമുതലാണ് അതിന്റെ ശക്തി ആരംഭിക്കുന്നത്. ശരിയായ രീതി. ഓരോ വാചകവും നിങ്ങളുടെ ഹൃദയം കൊണ്ട് പറയുക. അത് സത്യത്തിൽ സംഭവിക്കുന്നുണ്ടെന്ന് കരുതുക. തെറ്റ് 2. സംശയത്തോടും ഭയത്തോടും കൂടി പറയുക. സ്പീക്കിംഗ് വിത്ത് ഡൗട്ട് ആൻഡ് ഫിയർ. പലരും അഫർമേഷൻസ് പറയും, പക്ഷേ മനസ്സിൽ ചിന്തിക്കും, ഇത് സത്യമാകുമോ ആവോ. വെറുതെ പറയുന്നു, പക്ഷേ എങ്ങനെ നടക്കാനാണ്? ഈ സംശയത്തിന്റെ ഊർജ്ജം മുഴുവൻ അഫർമേഷനെയും ഫലമില്ലാതാക്കുന്നു. ശരിയായ രീതി. അഫർമേഷൻ പറയുക, അത് ഇതിനകം സംഭവിച്ചു കഴിഞ്ഞതുപോലെ. പ്രപഞ്ചത്തിന് നിങ്ങളുടെ വിശ്വാസമാണ് ആവശ്യം, പരീക്ഷണമല്ല. തെറ്റ് 3. സ്വയം കള്ളം പറയുന്നതായി തോന്നുക. ഫീലിംഗ് ഫോൾസ് ഇന്നർ കോൺഫ്ലിക്റ്റ്. ചിലപ്പോൾ ആളുകൾ പറയും, ഞാൻ പണക്കാരനാണ്, പക്ഷെ ഉള്ളിലിരുന്ന് മനസ്സ് പറയും, നീ കള്ളം പറയുകയാണ്. ഈ ആന്തരിക സംഘർഷം കാരണം മനസ്സ് അഫർമേഷനെ തള്ളിക്കളയുന്നു. ശരിയായ രീതി. അഫർമേഷനെ പതിയെ സ്വീകരിക്കാൻ പഠിക്കുക. ഇങ്ങനെ തുടങ്ങുക, ഞാൻ ധനം സ്വീകരിക്കാൻ തുറന്ന മനസ്സുള്ളവനാണ്, എന്റെ ജീവിതത്തിലേക്ക് സമൃദ്ധി വരാൻ ഞാൻ അനുവദിക്കുന്നു. എന്നിട്ട് പതിയെ ശക്തമായ വാചകങ്ങളിലേക്ക് മാറുക. തെറ്റ് 4. സ്ഥിരത പാലിക്കാതിരിക്കുക. ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി. അഫർമേഷനുകൾ ഒരു മാന്ത്രിക ഗുളികയല്ല, ഒറ്റത്തവണ പറഞ്ഞാൽ പ്രവർത്തിക്കാൻ. ആളുകൾ ഇന്ന് പറയും, നാളെ മറക്കും. ശരിയായ രീതി. എല്ലാ ദിവസവും കഴിയുമെങ്കിൽ രാവിലെ ഉണർന്ന ഉടനെയും രാത്രി ഉറങ്ങുന്നതിനു മുൻപും പൂർണ്ണ ശ്രദ്ധയോടെ പറയുക.
കുറഞ്ഞത് 21 മുതൽ 30 ദിവസം വരെ. തെറ്റ് 5. പറഞ്ഞതിന് വിപരീതമായി പെരുമാറുക. ആക്ടിംഗ് കോൺട്രറി ടു ദി അഫർമേഷൻ. ഞാൻ ആരോഗ്യവാനാണ് എന്ന് പറഞ്ഞിട്ട് ജങ്ക് ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ ഞാൻ ആത്മവിശ്വാസമുള്ളവനാണ് എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും സ്വയം ദുർബലനായി കരുതുക. ഇത് നിങ്ങളുടെ ഊർജ്ജത്തെ ഇല്ലാതാക്കും. ശരിയായ രീതി: അഫർമേഷൻസ് പറഞ്ഞ ശേഷം നിങ്ങൾ പറഞ്ഞതുപോലെ പെരുമാറുക. അത് ഇതിനകം യാഥാർത്ഥ്യമായി കഴിഞ്ഞു എന്ന നിലയിൽ പ്രവർത്തിക്കുക. നിങ്ങളുടെ വികാരം, ഫീൽ, സംസാരം, സ്പീക്ക്, പ്രവൃത്തി, ആക്ട് എന്നിവയെ ഒരുമിപ്പിക്കുക. 4ാം ഭാഗം അഫർമേഷൻസ് പറയുന്നതിനുള്ള 5 ശരിയായ വഴികൾ. നിങ്ങൾ പലതവണ അഫർമേഷനുകൾ പറഞ്ഞിരിക്കാം. പക്ഷേ പ്രപഞ്ചം പ്രതികരിച്ചോ? നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വന്നോ? ഇല്ലെങ്കിൽ നിങ്ങൾ അഫർമേഷനുകളെ വെറും വാക്കുകളായി മാത്രം കണ്ടു, ഊർജ്ജമായി കണ്ടില്ല. അഫർമേഷൻസ് വെറും വാചകങ്ങളല്ല, പ്രപഞ്ചവുമായുള്ള നിങ്ങളുടെ ആശയവിനിമയത്തിനുള്ള ഏറ്റവും ശക്തമായ മാർഗമാണിത്. പ്രപഞ്ചം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കേൾക്കാനും നിങ്ങളുടെ സ്വപ്നങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാനും സഹായിക്കുന്ന അഫർമേഷൻസ് പറയുന്ന 5 ശരിയായ വഴികൾ ഇതാ. രീതി 1. വികാരം തന്നെയാണ് എല്ലാം. ഫീലിംഗ് ഈസ് എവറിത്തിങ്. വെറുതെ പറയരുത്, അനുഭവിക്കുക. ഞാൻ ധനികനാണ്, ഞാൻ സന്തോഷവാനാണ്, ഞാൻ ശാന്തനാണ് എന്ന് പറയുമ്പോൾ ഉള്ളിൽ ഭയവും സംശയവും വേദനയുമാണ് അനുഭവിക്കുന്നതെങ്കിൽ പ്രപഞ്ചം ശ്രദ്ധിക്കില്ല. പ്രപഞ്ചം പ്രതികരിക്കുന്നത് വാക്കുകളോടല്ല, നിങ്ങളുടെ വികാരത്തോടാണ്. അഫർമേഷൻ പറയുമ്പോൾ ആ കാര്യം ഇപ്പോൾ നിങ്ങളുടെ കൂടെ സംഭവിക്കുന്നതായി പറയുക. സന്തോഷം, നന്ദി, സമാധാനം എന്നിവ അനുഭവിക്കുക. ആ വൈബ്രേഷനിൽ ജീവിക്കുക. ഉദാഹരണത്തിന്, ഞാൻ വിജയിച്ചവനാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്റ്റേജിൽ നിൽക്കുന്നതും ആളുകൾ കൈയടിക്കുന്നതും അഭിമാനവും സന്തോഷവും അനുഭവിക്കുന്നതും മനസ്സിൽ കാണുക. വിഷ്വലൈസ്. രീതി 2. വർത്തമാനകാലത്തിൽ പറയുക. സ്പീക്ക് ഇൻ പ്രസന്റ് ടെൻസ്. എല്ലാം ഇതിനകം ലഭിച്ചു കഴിഞ്ഞതുപോലെ പറയുക. ഞാൻ വിജയിക്കും, ഞാൻ പണക്കാരനായി മാറും എന്ന് പറയുന്നത് തെറ്റാണ്. പ്രപഞ്ചം ഭാവിയെക്കുറിച്ചല്ല പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ വൈബ്രേറ്റ് ചെയ്യുന്ന അതേ ഫ്രീക്വൻസിയെയാണ് യൂണിവേഴ്സ് തിരികെ അയക്കുന്നത്. ശരിയായ രീതി: ഞാൻ പണക്കാരനായി മാറും, ഇത് ഭാവി. ഞാൻ സമ്പന്നനാണ്, എന്റെ ജീവിതത്തിലേക്ക് ധനം ഒഴുകിയെത്തുന്നു. ഇത് വർത്തമാനകാലം പ്ലസ് വികാരം. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ കൈവശം അത് ഇതിനകമുണ്ടെന്ന് പ്രപഞ്ചം വിശ്വസിക്കുകയും അതേ ഫ്രീക്വൻസിയിൽ കാര്യങ്ങൾ ആകർഷിക്കുകയും ചെയ്യും. രീതി 3. ഉപബോധ മനസ്സിന്റെ പ്രോഗ്രാമിംഗ്. സബ് കോൺഷ്യസ് പ്രോഗ്രാമിംഗ്. രാവിലെയും രാത്രിയും പറയുക. നിങ്ങളുടെ ഉപബോധ മനസ്സ് ഏറ്റവും സജീവമായിരിക്കുന്നത് 2 സമയത്താണ്. 1 രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ 4 മുതൽ 6 മണിവരെ. 2 രാത്രി ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പ്. ഈ 2 സമയങ്ങളിൽ അഫർമേഷനുകൾ പറയുന്നത് ഉപബോധ മനസ്സിന് നേരിട്ടുള്ള കമാൻഡ് നൽകുന്നതിന് തുല്യമാണ്. ആവർത്തിച്ച് കേട്ട് ഉപബോധ മനസ്സ് അതിനെ യാഥാർത്ഥ്യമാക്കും. നിങ്ങളുടെ അഫർമേഷനുകൾ റെക്കോർഡ് ചെയ്യുക. എല്ലാ രാത്രിയിലും ഉറങ്ങുമ്പോൾ അത് കേൾക്കുക. ഉറങ്ങിക്കിടക്കുമ്പോൾ തന്നെ അത് നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറും. രീതി 4. ഉദ്ദേശത്തോടെയുള്ള ആവർത്തനം. റിപ്പിറ്റിഷൻ വിത്ത് ഇന്റൻഷൻ. ലക്ഷ്യത്തോടെ ആവർത്തിച്ചു പറയുക. അഫർമേഷൻസ് ഒരു തവണ പറഞ്ഞാൽ ഫലം കാണില്ല. എല്ലാ ദിവസവും വീണ്ടും വീണ്ടും പറയേണ്ടതുണ്ട്. എന്നാൽ വെറും യന്ത്രം പോലെ പറയരുത്. ഓരോ തവണ പറയുമ്പോഴും ഒരു പുതിയ വികാരത്തോടെ പറയുക. സ്ഥിരത പ്ലസ് വികാരം സമം മാനിഫെസ്റ്റേഷൻ. ഉദാഹരണം: ദിവസവും 5 മിനിറ്റ് ഒരൊറ്റ അഫർമേഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എന്റെ സ്വപ്ന ജീവിതത്തിന് നന്ദി പ്രപഞ്ചമേ എന്ന് പറയുക. ഓരോ തവണ പറയുമ്പോഴും ആ സ്വപ്നജീവിതം നിങ്ങളുടെ കൈവശമുണ്ടെന്ന് സങ്കൽപ്പിക്കുക. രീതി 5. എഴുതുക, ഉറക്കെ പറയുക, സങ്കൽപ്പിക്കുക. റൈറ്റ്, സ്പീക്ക്, ഇമാജിൻ. അഫർമേഷൻസ് വെറും പറയാനുള്ളതല്ല, എഴുതുന്നതിനും വലിയ ശക്തിയുണ്ട്. നിങ്ങൾ അഫർമേഷനുകൾ എഴുതുമ്പോൾ നിങ്ങൾ ബോധപൂർവം ചിന്തിക്കുന്നു. മനസ്സും കൈകളും ഏകോപിപ്പിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധ വർദ്ധിക്കുകയും പ്രപഞ്ചത്തിലേക്ക് സിഗ്നൽ കൂടുതൽ വ്യക്തതയോടെ പോവുകയും ചെയ്യുന്നു. എല്ലാ ദിവസവും ഒരേ അഫർമേഷൻ 10 മുതൽ 21 തവണ വരെ എഴുതുക. തുടർന്ന് അത് ഉറക്കെ പറയുക. എന്നിട്ട് കണ്ണടച്ച് സങ്കൽപ്പിക്കുക. ഉദാഹരണം: സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് നന്ദി പ്രപഞ്ചമേ. ഇത് എഴുതുക, പറയുക, സങ്കൽപ്പിക്കുക. എന്നിട്ട് കാണുക അത്ഭുതങ്ങൾ എങ്ങനെ യാഥാർത്ഥ്യമാകുന്നു എന്ന്. നാളെ മുതലല്ല, ഇന്നു മുതൽ തുടങ്ങുക. ഈ 7 വാചകങ്ങൾ ഹൃദയം കൊണ്ട് പൂർണ്ണ വിശ്വാസത്തോടെ പറയുക. താഴെ കമന്റ് ചെയ്യുക: നന്ദി പ്രപഞ്ചമേ, അത്ഭുതങ്ങൾ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം പ്രപഞ്ചം കാത്തിരിക്കുകയാണ് നിങ്ങളുടെ ഒരൊറ്റ സൂചനയ്ക്കായി. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിക്കാൻ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനലിൽ മെമ്പർ ജോയിൻ ചെയ്യുക. മെമ്പർമാർക്ക് മാത്രമായുള്ള പ്രത്യേക വീഡിയോകളിലൂടെ ഞങ്ങൾ നിങ്ങളെ സഹായിക്കും. ഈ വീഡിയോ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചുവെങ്കിൽ, ഈ 7 വാചകങ്ങൾ നിങ്ങൾക്ക് ഒരു പുതിയ വെളിച്ചം കാണിച്ചു തന്നുവെങ്കിൽ, ഈ അറിവിനെ ഇവിടെ നിർത്തരുത്, മുന്നോട്ട് കൊണ്ടുപോകുക. വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. അവരുടെ ജീവിതവും മാറട്ടെ.